വഴിയില്ലാതായതോടെ 50 ലക്ഷം രൂപ ചിലവഴിച്ച് പണിതീർത്ത ആയുർവേദ ആശുപത്രി പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നില്ല. കൊല്ലം ഇളമനാട് അമ്പലമുക്കിലാണ് സർക്കാർ പണം മുടക്കി നിർമ്മിച്ച കെട്ടിടം നോക്കുകുത്തിയായി നിൽക്കുന്നത്. 4 വർഷമായി പണി പൂർത്തിയായി കിടക്കുന്ന കെട്ടിടമാണിത്. മതിയായ സൗകര്യങ്ങളോടെ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു. പക്ഷേ ഒരാളെപ്പോലും കെട്ടിടത്തിനുള്ളിൽ ചികിത്സിക്കാൻ കഴിഞ്ഞിട്ടില്ല. നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് അന്നത്തെ MLA ആയിരുന്ന മുല്ലക്കര രത്നാകരൻ തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ ആയുർവേദ ആശുപത്രി കെട്ടിട നിർമ്മാണത്തിനായി നൽകിയത്. പണി പൂർത്തിയായെങ്കിലും കെട്ടിടം ഏറ്റെടുക്കാൻ ഇളമാട് ഗ്രാമപഞ്ചായത്ത് തയ്യാറായില്ല. ആശുപത്രിയിലേക്ക് വഴിയില്ലെന്നതായിരുന്നു കാരണം. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന് വഴിയില്ലെന്ന് പഞ്ചായത്ത് അറിയുന്നത് കെട്ടിട നിർമ്മാണം പൂർത്തിയായതിനു ശേഷം. താലൂക്ക് സർവേയർക്ക് ബന്ധപ്പെട്ട അധികാരികൾ കത്തുകൊടുക്കുകയും അളന്ന് വഴിയെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും അതിന്റെ വഴി സൗകര്യം ലഭ്യമല്ലാതായിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ആയുർവേദ ആശുപത്രി കെട്ടിടം ഇപ്പോഴും വാടക കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കെട്ടിടം പണി നടന്നതുപോലും പഞ്ചായത്തിന്റെ രേഖകളിലില്ല. നിലവിൽ ഭീമമായ തുക വാടക നൽകിയാണ് ആശുപത്രി മറ്റൊരു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. നിലവിൽ ഈ വഴി സൗകര്യമില്ലാത്ത ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ കെട്ടിടം പണിയാൻ അനുമതി കിട്ടിയത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം. കാരണം ഒരു സാധാരണക്കാരന് വീട് വെക്കണമെങ്കിലും ഒരു ബാങ്കിൽ ലോൺ എടുക്കണമെങ്കിലും ഒക്കെ നമ്മളിപ്പം ആരെ സമീപിച്ചാലും ആദ്യം അവർ ചോദിക്കുന്ന ഒരു വസ്തുവിന്റെ വഴിയാണ്. പഞ്ചായത്ത് മുൻകൈയെടുത്ത് വഴിക്കായി സ്ഥലം വാങ്ങിയാൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുള്ള ആശുപത്രി സാധാരണക്കാരന് പ്രയോജനപ്പെടും. എന്നാൽ അതിന് തയ്യാറാകാത്തതും ഈ ദുരവസ്ഥ തുടർക്കഥയാക്കുകയാണ്. ന്യൂസ് മലയാളം, കൊല്ലം.